CJP സമരത്തെ അവരടക്കമുള്ളവർ അല്ലെങ്കിൽ സമരത്തിന് ഭാഗമായവർ അവർ സമരം നടത്തിയത് ഞാൻ മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ ഹൃദയത്തിൽ നിന്ന് തീരുമാനമെടുത്തിട്ട് നടത്തിയ സമരമാണ്. ആ സമരത്തിൽ ഭാഗമായവർ ഓരോരുത്തരും. അപ്പോൾ ആ സമരത്തെ പിന്തുണച്ച പുതിയ തലമുറ, ആ തലമുറയും അവർ ഹൃദയം കൊണ്ടാണ് പിന്തുണച്ചത്. അവർക്കതിനകത്ത് വേറെ മറ്റൊരു മുഖമുണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കണോ, ഈ തോണിയിൽ കാല് വെക്കണോ, അപ്പുറത്തെ തോണിയിൽ കാല് വെക്കണോ എന്നതിലൊരു സംശയമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ തോണിയിൽ തന്നെയാണ് കാല് വെക്കേണ്ടത്, അങ്ങനെ കാല് വെച്ചുകൊണ്ട് നിൽക്കേണ്ടത് ഞങ്ങളുടെ ജീവിക്കുന്ന കാലത്തെ നീതിബോധമാണ്. ആ നീതിബോധം ഞങ്ങൾ കാട്ടുന്നു, പ്രകടിപ്പിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി നിലപാടെടുത്തവരാണ്. അപ്പോൾ അവർ മറ്റെന്തെങ്കിലും വേണ്ടി താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടി ആ നിലപാട് മാറ്റി ഓടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് വിസ്മയ മോഹൻലാലിൽ നിന്നും കണ്ടത്. ഏതാണ്ട് മോഹൻലാൽ എന്നിട്ട് അതിനോട് പ്രതികരിച്ചെന്താണ്, ലാസ്റ്റ് പിള്ളേർ സന്തോഷിക്കട്ടെ, അവർക്ക് ചിന്തിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. അതായത് മോഹൻലാൽ അടക്കമുള്ള തലമുറയെ കൂടി തിരുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ പുതിയ തലമുറ. അപ്പോൾ അത് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. അതായത് കാര്യങ്ങളിൽ നിലപാടെടുക്കുമ്പോൾ അത് പുതിയ തലമുറക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായും ഒരു വ്യക്തിത്വത്തോടും കൂടി വേണം ഇനിയുള്ള രാഷ്ട്രീയ നേതൃത്വം നിലപാട് പറയാൻ. കാരണം ഇതെല്ലാം ഈ നിലപാട് കൊണ്ട് മാത്രം ഒരു സമരത്തെ വിജയിപ്പിച്ച തലമുറ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു തിരുത്തലാണ് CJP സമരം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത് ഭാവിയിൽ ഈ രാജ്യത്തേക്ക് എടുക്കുന്ന തീരുമാനങ്ങളെ പോലും നിർണായകമായി സ്വാധീനിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പോലും ആ സമരത്തോട് അതിശക്തമായ ഉള്ളപ്പോൾ പോലും അവരെ ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കാരണം അവരെ ചേർത്ത് നിർത്താതെ മറ്റൊരു വർത്തമാനം പറഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അതായത് പഴയകാല സമരമുറകളെ പോലെ കല്ലെറിഞ്ഞും അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമം നടത്തിയും സമരത്തെ വിജയിപ്പിച്ചെടുക്കാമെന്ന ധാരണയിൽ സമരം നടത്തിയവരല്ല ഈ തലമുറ എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം ഈ രാജ്യം എന്ന അവരുടെ വിശ്വാസത്തിൻ്റെ, ഈ രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പത്തിൻ്റെ, സ്വപ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു. അതാണ് വിസ്മയ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അതിനൊപ്പം നിൽക്കാൻ എങ്കിലും നമുക്കും കഴിയേണ്ടതുണ്ട്.